അവിയലാണ് ഉണ്ടാക്കുന്നത്. വിഷു സ്പെഷ്യൽ അവിയൽ. അവിയലിന് വേണ്ടി വാഴയ്ക്ക, പടവലങ്ങ, ബീൻസ്, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, കിഴങ്ങ്, ചേന ഇത്രയും പച്ചക്കറികൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക്, തേങ്ങ, വെളുത്തുള്ളി, ചെറുജീരകം, ചുവന്ന ഉള്ളി, കരിവേപ്പില ഇതെല്ലാം കൂടെ കൂട്ടി മിക്സിയിലിട്ട് ഒതുക്കി നമ്മൾ അവിയൽ ചേർക്കണം. ഇനി നമുക്ക് അവിയലിൽ അരിഞ്ഞു വെച്ച ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് അവിയലിന്റെ കഷ്ണം വേവിക്കാനുള്ള പാത്രം വെക്കാം. കഷ്ണത്തിനുള്ള ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ആവിയിൽ വേവിക്കാം. നമുക്ക് ഇത് അടച്ചു വെച്ച് ആവിയിൽ വേവിക്കാം. ഇനി നമുക്ക് കഷ്ണം വേകുമ്പോഴത്തേക്ക് ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിനുള്ള അരപ്പ് റെഡിയായി കഴിഞ്ഞു. നമ്മൾ അരച്ചു വെച്ച അരപ്പിലേക്ക് ഈ അവിയലിന് തൈരല്ല കേട്ടോ ഒഴിക്കണേ, വാളംപുളിയാണ്. ഒരു ലേശം പുളി പിഴിഞ്ഞൊഴിക്കണം. ഇനി അരപ്പ് അവിയലിലേക്ക് ചേർത്ത ശേഷം നമുക്കൊന്നും കൂടെ മൂടി വെക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇറക്കാം. കഷ്ണം ഒരൊറ്റ എണ്ണതാണ്, തുടങ്ങിയിട്ടൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടിരിക്കും. നല്ല ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ കുറച്ച് മതി. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചപ്പോൾ എന്താ അതിൻ്റെ സ്മെല്ല് വരുന്നത്. ഒരു കഷ്ണം പോലും ഉടയാതെ 2 അല്ലി കരിവേപ്പില ഇതേപോലെ ഇടണം. നമ്മുടെ രുചികരമായ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. പക്ഷേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.